എന്താ ഇത് കാലത്തെ അതേ എന്റെ പ്രശ്നത്തെ കാർഷിക ലോൺ നിങ്ങൾ അടക്കേണ്ടി വരും. അതെന്തിനാണ്? എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്റെ കൃഷിയിടത്തിലൊന്ന് വന്ന് നോക്കി. എത്ര തവണ മെമ്പർ നിങ്ങളടുത്ത് ഞാൻ വന്ന് പറഞ്ഞ പന്നീന്റെ ശല്യം കൂടിക്കണെന്ന്. ഇന്നലെ 10-200 വായാണ് നശിപ്പിച്ചിക്കണത്. സഹിക്കൂലത്. എന്തെങ്കിലും ഒരു പരിഹാരം കാണിങ്ങള്. ഇപ്പൊ ഈ പന്നി ഇത് വന്ന് നശിപ്പിച്ചേരെ ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാണ്? ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോ അനുയായികളും കൂട്ടി ഓരോ വീട്ടിലേക്ക് പോവല്ലേ, ഒരു 10-15 എണ്ണം വോട്ട് ചോദിക്കാൻ. അങ്ങനെ എല്ലാരും കൂട്ടി എന്റെ കൃഷിയിടത്തിലേക്ക് ഒന്ന് വരുന്ന രാത്രി നീ പന്നീനെ അങ്ങോട്ട് തച്ചു കൊന്നാളി. അണികളെ കൂട്ടിയിട്ട് പന്നീനെ കൊല്ലാൻ അതിനൊന്നും വരില്ല. അതന്നെയാണ്. എന്തെങ്കിലും ഉപകാരമുള്ള ഒരു സാധനം ചെയ്തു തുടങ്ങിയ രാഷ്ട്രീയക്കാർക്ക്. ഇപ്പൊ ഞാനിപ്പോ എന്ത് വേണോന്നാണ് മൊയ്ത് പറയണേ? ഒന്നെങ്കിൽ സ്ഥലം വിറ്റുവരെങ്കിൽ, അല്ലെങ്കിൽ പന്നീനൊന്ന് ഒഴിവാക്കി തരാം. ഏതെങ്കിലും ഒന്ന് വേണോ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ വസ്തു കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞാൽ പാടാ. അപ്പോ പന്നീനെ കൊല്ലാം. എങ്ങനെ കൊല്ലൂ? അത് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഫോറസ്റ്റ് അവര് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി സത്യശീല സാറിന് അറിയാം. നിങ്ങൾ നാളെ പഞ്ചായത്ത് ഓഫീസിലോട്ട് വാ, നമുക്ക് സാറുമായിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നാ ശരി. ഇത് ഈ വാഴ വീണെന്ന് പറഞ്ഞില്ലേ, മുഴുവനും വീണോ? ഭൂരിഭാഗം വായും വീണിക്കണ്. കൊലച്ചതാ? കൊലച്ചതും കൊലക്കാത്തതും ഒക്കെ ഉണ്ട്. ഈ കൊലച്ച് വീണതില്ലേ റോബസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഷുഗറിന് റോബസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം. എന്ത് മനുഷ്യനാ നിങ്ങള്? പൊര കത്തുമ്പോഴേ നിങ്ങൾ വായ വെട്ടാൻ നോക്കണേ. വാഴ വെട്ടിയിട്ടൊക്കെയല്ലേ ഇപ്പം പന്നി ഇല നക്കി നായിന്റെ ചെറു നക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? നായി ഇതാ കുത്തിരിക്കണം. വെറുതെ കളഞ്ഞാലും ആർക്കും കൊടുക്കരുത്. ചുമ്മാ അല്ല പന്നി കയറി നശിപ്പിക്കണം. വല്ലപ്പോഴും ഒക്കെ നമ്മളെപ്പോലുള്ള മെമ്പർമാർക്ക് തരണ്ട്. സാറേ എന്തുകൊണ്ട് ആ ചപ്പാരപ്പറമ്പ് വീട്ടിലെ കുപ്പം ഭാസ്കരൻ മരിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ. കുപ്പം ഭാസ്കരൻ മരിച്ചതിന്റെ മരിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മരണ സർട്ടിഫിക്കറ്റ് സാറേ, അത് അന്വേഷിക്കാൻ പറഞ്ഞല്ലോ എന്നോട്. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാർ. ഇനി കൊടുത്തോ? മരിച്ചിരുന്നു. അവര് നേരത്തെ അപേക്ഷ തന്നതല്ലേ? അതെ, അത് കൊടുത്താ മതി കേട്ടാ. കൊടുക്കാലോ അല്ലേ? അന്വേഷിച്ചിട്ട് കൊടുത്താ മതി. ശരി. പറയാം എവിടെ കൊറേയല്ലോ കണ്ടിട്ട്. നാട്ടിൽ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കല്ലേ സാറേ? ഞാൻ ഇവിടെ നോക്കാം. എന്താപ്പോ ഇത് മൊയ്തു എന്റെ വാർഡിലെ നല്ലൊരു കർഷകനാണ്. അപ്പൊ ആൾക്ക് കുറച്ച് വാഴയും കപ്പയും കൃഷിയൊക്കെ ഉണ്ടേ. അപ്പൊ ഇപ്പൊ ലോണെല്ലാം എടുത്തിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ട് വാഴയും കപ്പയും കൃഷി ചെയ്തു. ഇതാ പന്നികൾ കയറി ഇറങ്ങിയിട്ട് നശിപ്പിച്ചു കളഞ്ഞു സാറേ. അത് ശരി. എല്ലായിടത്തും ഉണ്ട് പന്നി ശല്യം സാറേ. 1.5 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താ സാറേ, 3/4 ഭാഗവും പന്നികളാണ്ട് നശിപ്പിച്ച്. അതിപ്പോ ഈ ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടകരമാവുന്ന രീതിയിൽ പന്നി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാം. ഞാൻ പറഞ്ഞല്ലോ കൊല്ലാം. അതാ ഞാൻ പറഞ്ഞു സാറിന് ഒന്ന് കണ്ടാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ സെക്രട്ടറി, ഇവർക്കൊക്കെയാണ് ഇപ്പൊ അതിന്റെ റൈറ്റ്. പക്ഷെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എങ്ങനെ കാര്യം പറയും? ആള് തടന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ആയില്ലേ. എങ്ങനെ പോയി പന്നി പിടിക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് പറയും? അല്ല സാറേ, ഇപ്പൊ കൊല്ലാന്ന് പറഞ്ഞല്ലോ, എങ്ങനെ കൊല്ലും നമ്മള്? വെടിവെച്ചുവല്ല. വെടിവെച്ചുവല്ല അല്ലേ? അതിനിപ്പോ തോക്കില്ലല്ലോ നമ്മളെ കയ്യില്. തോക്കെടുന്നാ കിട്ടുക. അതായത് നിങ്ങൾ പന്നിശല്യത്തിന്റെ ഒരു തീവ്രതയൊക്കെ പറഞ്ഞിട്ട് കലക്ടറേറ്റിൽ ഒരു അപേക്ഷ വയ്ക്കും. അപ്പോ തോക്ക് അനുവദിക്കും. ആണല്ലേ? ലൈസൻസ് അനുവദിക്കും. ഇത് തോക്ക് അനുവദിച്ച് ലൈസൻസ് കിട്ടിയിട്ടും വെക്കാൻ അറിയണ്ടേ വെടി? അല്ല അതൊന്നുമില്ല. ഇത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 കാക്കയോ 2 കുരുവിയോ ഒക്കെ ഒന്ന് വെടിവെച്ച് കഴിഞ്ഞാലേക്കും അത് നല്ല എക്സ്പീരിയൻസ് ആവും. കുഴപ്പമില്ല. അപ്പൊ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. തോക്കും ഉണ്ടൊക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും വെടിവെക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം, ക്രിമിനൽസ് ആരും ഇല്ലല്ലോ. ഇല്ല അവരുടെ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല. ഈ തോക്ക് ഉപയോഗിക്കണം അങ്ങനെയുള്ള ഒരു കൂട്ടില്ല. അങ്ങനെയുള്ള കൊടുക്കില്ല. അതേപോലെ ഈ മാനസിക രോഗമുള്ള ആളുകളും അവരുത് അങ്ങനെ രോഗം ചെറുതായിട്ടുണ്ട്. അപ്പൊ കിട്ടില്ല. അല്ല സാർ, അങ്ങനെയല്ല. ഇല്ല അപ്പൊ നോക്കുക വേണ്ട. അല്ല അതല്ല, ഈ പന്നിയും. ഒരു സെക്കൻഡ് എന്തോണേ സാറേ, ഈ ചപ്പാരപ്പറമ്പിൽ കുപ്പം ഭാസ്കരൻ
അല്ല അവരെ കുടുംബം ഒരു അപേക്ഷ ഒന്നല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതെ, അപ്പൊ അത് കൊടുത്തൂടെ? അതെ, ഞാൻ പോയി അന്വേഷിച്ചല്ലോ. ആ, അന്വേഷിച്ചില്ലേ? മരിച്ചിരുന്നു. ആ, പിന്നെ എന്താണ് പ്രശ്നം? അത് കൊടുക്ക്. സാറേ, ആ. നേരത്തെ പറയാൻ വിട്ടുപോയ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ? അദ്ദേഹം മരിച്ചിട്ടോ. മരിച്ചിട്ടില്ലേ? അതല്ലേ, വീട്ടിൽ നിന്ന് മരിച്ചിട്ടില്ല. വീട്ടിൽ വെച്ചല്ലേ മരിച്ചത്? അല്ല, വീട്ടിൽ നിന്നല്ല മരിച്ചു. അപ്പൊ ആശുപത്രിയിൽ വെച്ചായിരിക്കും. ആ, അപ്പൊ അത് അന്വേഷിച്ചിട്ട് കൊടുക്ക് കേട്ടാ. ആയി. ശരി ശരി. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? മാനസിക പ്രശ്നം അത് എന്നോടെങ്കിലും കിട്ടില്ല. എന്താമോ ഇത് ഒരു വാക്ക് എന്നോട് പറഞ്ഞ കുടുംബത്തിലെ സാറേ, അങ്ങനത്തെ മാനസിക പ്രശ്നമല്ല. ഈ പന്നി പെരയിൽ വന്നിട്ട് ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയപ്പോ നമുക്കൊരു മാനസിക ഇതുണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ രോഗമില്ലെങ്കിൽ മാനസിക വിഭ്രാന്തി അതുകൊണ്ടുള്ള അങ്ങനെ പറയുക. അല്ലാണ്ട് രോഗമുള്ള ആളുകളില്ല. രോഗം ചികിത്സയൊന്നുമില്ല. പിന്നെ പന്നിയെ കൊല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പന്നിക്ക് വിഷം വെച്ച് കൊല്ലാൻ പാടില്ല. പിന്നെ കറണ്ട് അടുപ്പിച്ച് കൊല്ലരുത്. അതുപോലെ തന്നെ ഈ മറ്റേ സ്ഫോടക വസ്തുക്കളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല. വെടിവെച്ച് തന്നെ കൊല്ലണം. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ വെടിവെച്ചിട്ട് നിങ്ങൾ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ആ വിവരം ഇവിടെ പഞ്ചായത്തിൽ വന്ന് പറയണം. മരണവിവരം ഇവിടെ വന്ന് പറയണം. നമുക്കിവിടെ മരണ രജിസ്റ്റർ ഉണ്ട്. ശവം കൊണ്ട് കൊണ്ടുവരണം. ശവം കൊണ്ടുവരുന്നും വേണ്ട, അത് ഇതിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പന്നിയുടെ ശവം നമ്മൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് വേണം അതിനെ സംസ്കരിക്കാൻ. ഒപ്പം നിങ്ങൾ ഈ മരണവിവരം ഫോറസ്റ്റിലും അറിയിക്കണം. എന്താ ഉണ്ണിയെ? ഒന്നുമില്ല സാർ. ഇനി എന്താ? ഈ ചപ്പാരപ്പറമ്പിൽ കുപ്പം ഭാസ്കരൻ മരിച്ചല്ലോ. ദൈവമേ, മരിച്ചു പോവും. അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുടുംബാപേക്ഷ തന്നല്ലോ. തന്നല്ലോ, അത് കൊടുത്തൂടെ? അതെ, അല്ല അത് ഞാൻ അന്വേഷിക്കാൻ പോയല്ലോ. അപ്പൊ വീട്ടിൽ നിന്നല്ലല്ലോ മരിച്ചത്. വീട്ടിൽ നിന്നല്ല മരിച്ചത്. അതെ. ആശുപത്രിയിൽ പോയി അന്വേഷിച്ചു അല്ലേ? ആശുപത്രിയിൽ നിന്നല്ല മരിച്ചത്. ആശുപത്രി നല്ലേ? വീട്ടിൽ നിന്നല്ല, ആശുപത്രിയിൽ നിന്നല്ല മരിച്ചത്. പിന്നെ എവിടുന്നാ മരിച്ചത്? പിന്നെ എവിടുന്നാ മരിച്ചത്? അല്ല, വീട്ടിൽ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി കാണുമല്ലോ. അതെ. അപ്പൊ ഒരു പക്ഷേ വണ്ടിയിൽ വെച്ച് മരിച്ചു കാണും. അതെങ്ങനെ സാറിന് മനസ്സിലായത്? എടാ, വീട്ടിൽ നിന്നല്ല മരിച്ചത്, ആശുപത്രിയിൽ നിന്നും അല്ല. പിന്നെ എവിടുന്നാ? പിന്നെ എവിടുന്നാ? വണ്ടിയിൽ നിന്നല്ലേ സ്വാഭാവികമായിട്ട് മരിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ട് വണ്ടിയിൽ നിന്നായിരിക്കുമല്ലോ മരിച്ചിട്ടുണ്ടാവുക. പിന്നെ എന്താണേലും സംശയം? ഈ ഒരു കാര്യം ചെയ്യ്. ആ വണ്ടിയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുക. എന്നിട്ട് അയാളുടെ ലൈസൻസ്, ആ വണ്ടിയുടെ ബുക്കും പേപ്പറും, അയാളുടെ ഒരു സാക്ഷ്യപത്രം, അത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. സാക്ഷ്യപത്രമോ? അത് സാറേ അത് ചെയ്യുവോ? സാർ എന്റെ ഉത്തരവാദിത്തം സാറേ. അതോ ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? വേണ്ട സാറേ. ഇനി എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ എഴുതും. സാറേ വേണോ? അത് ഈ വണ്ടിക്കാരൻ നമ്പർ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? അത് ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിക്കണം എന്ന് എനിക്കറിയാവോ? സാറേ ഈ ഇറങ്ങി പോടോ. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പിന്നെ വനം വകുപ്പിലൊക്കെ അറിയിക്കണം. അപ്പോ ഈ തോക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഈ വെടിവെക്കാൻ അറിയുന്ന ഏതെങ്കിലും ആളുകൾ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാലും മതി. അത് മതിയാവോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മള് തോക്കിന് കളക്ടറേറ്റിൽ പോയി അപേക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ആളുണ്ട്. അതാരാ? സാറേ, നമ്മുടെ റിട്ടയർഡ് ASI സുഗതൻ സാറ്. സുഗതൻ സാറ്? അതെ. സുഗതൻ സാറ് തോക്കുകൊണ്ട് ലൈസൻസ് ഉള്ള ആളാ. മതിയല്ലോ. പോലീസിൽ പണ്ട് മികച്ച മറ്റേ ഷൂട്ടിങ്ങിന് അതിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാ. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാം. അത് കായുമ്പോ കൊടുക്കാം. ഇതിന് പ്രശ്നമില്ല, അത് മതി. ASI സുഗതൻ. മറിമായം.